ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ എല്ലാവരുടെയും വിശേഷമൊക്കെ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, സുഖം. അപ്പം ഇന്ന് സുബൈക്ക് തന്നെ നീച്ച് വീഡിയോ എടുക്കാനൊക്കെ തുടങ്ങിയിരിക്കണം. അപ്പം ഇന്ന് എന്താ വെച്ചാൽ നമുക്ക് ഉസ്താദുമാരെ ചിലവാട്ടോ, പള്ളിയിലെ ഉസ്താദുമാരെ ചിലവാണ്. അപ്പം ഉമ്മ ബാങ്ക് കൊടുക്കണതിന് മുന്നേ നീച്ചിനോ? 4:15 ആയപ്പോൾ നീച്ചിനാണ് ഉമ്മ. ഞാനിപ്പോൾ നീച്ച് വരാട്ടോ. ഞാൻ ഇപ്പം നീച്ച് വന്നപ്പോഴത്തേനും ഇവിടെ കറി അതിന് പത്തിരി വാട്ടി കുഴച്ച് വെച്ചിക്കണ്. ഇനി നമുക്ക് എന്താ ഉണ്ടാക്കണ വെച്ചാൽ ചിക്കൻ തേങ്ങ അരച്ച കറിയും പത്തിരി ആട്ടോ രാവിലെ. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പം അതൊക്കെയാണ് ഇന്ന് രാവിലെ നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കറി ഇതാക്കണ ഇവിടെ തേങ്ങ അരച്ച ചിക്കൻ കറി റെഡി ആയി. ചിക്കൻ ഇന്നലെ കൊണ്ടുവന്ന് വെച്ചതാട്ടോ. പിന്നെ ഇഡ്ഡലിക്കുള്ള മാവ് ഉമ്മ അടിച്ച് വെച്ചതായിട്ട് നല്ലോണം പൊന്തിയൊക്കെ വന്നത് മാഷാഅല്ലാ. പിന്നെ അതേപോലെ കഴുകാൻ ഇതാക്കണ പാത്രം കുറേ അയക്കണ്. പിന്നെ പത്തിരിക്ക് ഇതാ കുഴച്ച് വെച്ചിക്കണിഞ്ഞ് ഇത് പരത്തി പൊടിയൊക്കെ തട്ടി ചൂടണം. പിന്നെ ഇഡ്ഡലി ചൂടണം. അതൊക്കെയാണ് ഇനി പരിപാടികൾ. അപ്പം ഉമ്മ പത്തിരിയൊക്കെ കുഴച്ച് വെച്ചിക്കാണ്ട് ഉമ്മ നിസ്കരിച്ചാൻ പോയിട്ട് ഞാൻ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞാരെയാണ് അടുക്കളയ്ക്ക് വരുന്നത്. ഞാൻ അപ്പം നിശ്ചിട്ടുള്ളല്ലോ. അപ്പം ഉമ്മ 5:15 ആയിട്ടോ. അപ്പം ഉമ്മ ഇപ്പം നിസ്കരിക്കാൻ പോയിക്കണ. ഇനി ഞാൻ പത്തിരിയൊക്കെ പരത്തട്ടോ. പത്തിരി പരത്തണം, ചൂടണം, ഇഡ്ഡലി ചൂടണം. 7 മണിയാകുമ്പോഴത്തേനും ഇത് കൊണ്ടേ കൊടുക്കും വേണം മദ്രസിൽ സുബൈക്ക് മദ്രസ് വിടുമ്പോഴത്തേനും നമുക്ക് ഇത് കൊണ്ടേ കൊടുക്കണം. 2ാം ട്രിപ്പ് മദ്രസ തുടങ്ങുമ്പോഴത്തേനും വലിയ ചായ കുടിച്ചു. അപ്പം ഇനി ഇത് ഉണ്ടാക്കട്ടോ. പിന്നെ ഉച്ചക്ക് വേണോ വേണ്ടേന്ന് അറിയില്ല. നമ്മൾ രാവിലെ ചായ കൊണ്ടേ കൊടുക്കുമ്പോഴാണ് അറിയുള്ളൂ ഇനി ഉച്ചക്ക് ഉണ്ടാവുമോ വേണോ ഉസ്താദന്മാർക്ക് ഞങ്ങട്ടെ പോകാണ്ടോ കല്യാണ പരിപാടി ഉണ്ടോ എന്നൊന്നും അറിയൂല. കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഉച്ചക്ക് വേണ്ടി വരൂല. അപ്പോൾ കല്യാണമൊന്നും ഇല്ലെങ്കിൽ ഉച്ചക്ക് വേണ്ടി വരും. ഇനി രാവിലത്തെ കൊണ്ടേ കൊടുത്താലേ അറിയുള്ളൂ ഉച്ചക്ക് വേണോ വേണ്ടേന്നൊക്കെ. അപ്പം നമുക്ക് പത്തിരിയൊക്കെ പരത്തി ഇത് ചുടുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതാ പത്തിരി പരിപാടി തുടങ്ങിയിരിക്കണം കേട്ടോ. പത്തിരി പറഞ്ഞാൽ വാട്ടലും കുഴക്കലൊക്കെ കഴിഞ്ഞിരിക്കണം. ഇനി ഇതിങ്ങനെ ഉണ്ടാക്കണം, പരത്തണം, ചുടണം. അപ്പോൾ ഇവിടെ ആദ്യമൊക്കെ അല്ലേ ഇങ്ങനെ ഉസ്താദുമാരെ ചിലവൊക്കെ വരുമ്പോഴാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കൽ ഭയങ്കര സംഭവമായിരുന്നു. നമ്മളൊന്നും ചെറിയ കുട്ടികളാകുമ്പോൾ പത്തിരിൻ്റെ അടുത്ത് കൂടെ ഒന്നും ചെല്ലാൻ പറ്റൂലായിരുന്നു. അന്നാണ് പത്തിരി ഉണ്ടാക്കുക. എനിക്ക് പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ പോയപ്പോൾ അവിടെ ഇന്ന് രാവിലെ പത്തിരി ആയപ്പോൾ പിന്നെ എനിക്ക് ഇതായിപ്പോയി. എന്നും പത്തിരിയാണല്ലോ. അപ്പം പിന്നെ പത്തിരിൻ്റെ ഒരു ഇതില്ലാതെ ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ ഉസ്താദന്മാരെ ചിലവ് അതേപോലെ വിരുന്നാരൊക്കെ വരൂലേ. നമുക്ക് വിരുന്നാരൊക്കെ വരുമ്പോൾ പിറ്റേന്ന് രാവിലെ ചായക്കടി പത്തിരിയേക്കാരം. അങ്ങനെയൊക്കെ ഇവിടെ പത്തിരി ഉണ്ട്. പത്തിരി പറഞ്ഞാൽ ഭയങ്കര പണിയേനി അന്നൊക്കെ. ഇപ്പം പണിയില്ലാതായി തോന്നുന്നുണ്ട്. ഇപ്പം അമ്മ ഇടക്കിടക്ക് ഉണ്ടാക്കും. പായക്കാട് അധിക ദിവസം രാവിലെ ചായക്കടി പത്തിരിയേക്കാരം. ഉമ്മ കുഴച്ച് വെച്ച് പോയതാട്ടോ. ഉമ്മ കുഴച്ചാണ്ട് നിസ്കരിക്കാൻ പോയതാ. വെളിച്ചം കുറവാ. ഞാൻ ആ ലേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇവിടേക്ക് അത്ര വെളിച്ചമില്ല. വെളിച്ചം നല്ല കുറവുണ്ടല്ലേ. ഞങ്ങൾ പത്തിരിപ്പൊടി വാങ്ങലാട്ടോ, പൊടിച്ചലല്ല. ഞങ്ങൾ തനിമൻ്റെ പത്തിരിപ്പൊടി ഇല്ലേ, അത് വാങ്ങല. അവിടെ വായക്കാട് ഇങ്ങനെ പൊടിച്ചലാണ്. നമ്മൾ അരി കഴുകി ഉണക്കി തീരണേന് ഇങ്ങനെ അവിടെ പൊടിച്ചല. ഇവിടെ പക്ഷേ വാങ്ങല. അവിടെ ഒന്നും ഉണ്ടാക്കാത്തതിനോട് വാങ്ങല. എന്നേലും അല്ലേ ഉണ്ടാക്കുള്ളൂ. ആദ്യമൊക്കെ നമ്മളതിന് ചിലവുണ്ട് കൊടുക്കൽ. ഞങ്ങൾക്ക് കുറേ പോകണ്ട കേട്ടോ. ഞങ്ങൾ മദ്രസ്ക്ക് ഞങ്ങൾക്ക് ആകെ ഇവിടെ ഒരു പള്ളി ഒരു മദ്രസും ഉള്ളൂ. അപ്പോൾ എല്ലാവരും ആ മദ്രസിൽ പള്ളിയിലാണ് കേട്ടോ. എല്ലാവരും പറഞ്ഞാൽ പിക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. എല്ലാവർക്കും ഒരു പള്ളി ഒരു മദ്രസാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ നൈസ് പത്തിരി പരത്താൻ തുടങ്ങി. അപ്പോൾ നമ്മൾ മദ്രസ്ക്ക് പോകുമ്പോഴേ ആദ്യമൊക്കെ ചിലവ് ഉണ്ടാവില്ലേ. ഇപ്പം പിന്നെ നമ്മളൊന്നും മദ്രസ്ക്ക് പോവാല്ലോ.
ഞാൻ പലമ്മപ്പൊടി വെച്ച പാത്രത്തുമ്മലാട്ടണ എൻ്റെ ഫോൺ വെച്ചത്. ഫോണ് ഞാനവിടെ കുത്തിച്ചാരി വെച്ചതാണ്. അപ്പം ഇനി ഇതൊക്കെ പരത്തിയിട്ട് കാണിച്ചു തരാം. അല്ലെങ്കിൽ എനിക്ക് പലമ്പൊടി തട്ടാൻ കഴിയില്ല. അയിമലാണ് എൻ്റെ ഫോണ്. ഞാനതാ പത്തിരി പരത്തലും കഴിഞ്ഞ് ഇഡ്ഡലി അത് അമ്മയുടെ വെച്ചിന് ഒരു ട്രിപ്പ് ഒഴിച്ച് വെച്ചിന്. പിന്നെ പത്തിരി ചൂടാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിന് കേട്ടോ, ചൂടാകാൻ കേക്ക് വെച്ചിന്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന പാത്രമൊക്കെ അമ്മ കേക്ക്. ഇമ്മാനോട് ഞാൻ പറഞ്ഞ കേക്ക് കണ്ടാന്ന്, ഞാൻ കെക്കിക്കോളാണ് പറഞ്ഞിട്ട് കേൾക്കാതെ കേൾക്കിയതാ. കയ്യിൻ്റെ ഈ വിരലിൻ്റെ ഇവിടെയൊക്കെ മുറി അയക്കണം. അപ്പോൾ ഇങ്ങനെ ഈ സാബൂനൊന്നും തട്ടാൻ പറ്റൂല. തട്ടിയാലെന്താവും, അധികം മുറിയോ. എന്നിട്ട് ഞാൻ കേക്കിക്കോളാം അവിടെ നോട്ടെ. എന്നിട്ട് അതവിടെ നിൽക്കണിട്ട് വല്ലാത്ത ഇടങ്ങേറിയല്ലോ. എന്നിട്ട് ഞാൻ പത്തിരി പരത്തിയപ്പോത്തിനും അതൊക്കെ അമ്മ കേക്കി. ഇമ്മ ഇതിന് മുന്നേ ഇങ്ങനെ വന്നിന് കേട്ടോ കൈക്ക് മുറി. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയിക്കാണ്ട് പറഞ്ഞേ എനിക്ക് പാത്രം കഴിക്കാനൊന്നും കഴിയുന്നില്ല പറഞ്ഞു. അത് നീറാണ് കാരണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പാത്രം കേൾക്കണ്ടാന്ന്. എന്നിട്ട് കേൾക്കാതെ വീണ്ടും പാത്രം കേൾക്കി. മുറി കൂടും, അല്ലാത്ത ഉമ്മാക്കാവുന്നൊരു വിഷയമല്ല അല്ലേ അമ്മ? നമ്മളുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാതെ ഒന്നൂടെ. സമയം വയ്ക്കും, അതാണ് പ്രശ്നം. ഒക്കെ വേവേ കഴിയണം. നമ്മൾ താങ്ങി വാങ്ങി വരുമ്പോഴത്തേനൊക്കെ ഉമ്മാക്ക് നേരെ വെക്കുകയാണ്. അപ്പം പത്തിരി ചൂടട്ടെ. ഇഡലി ഉമ്മയുടെ പാർന്ന് വെച്ചെന്ന് കേട്ടോ. പത്തിരി ചുട്ട ഇഡലി ആയാൽ കഴിഞ്ഞ്. പിന്നെ ചായ ഉണ്ടാക്കിയ പാത്രത്തിലാക്കിയാൽ കൊണ്ടേ കൊടുക്കുക, അത്ര പണിയുള്ളൂ. ചട്ടി ചൂടായെന്ന് തോന്നുന്നു. പത്തിരി ചൂടട്ടെ. അപ്പോൾ അതാ പത്തിരി ഞാൻ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. നൈസ് പത്തിരി അല്ലമ്മ? ഇമ്മാൻ്റെ ചട്ടകം കൊണ്ട് മറിച്ചാൻ കഴിയില്ല. ഞാൻ കൈ കൊണ്ട് മറിച്ച്. ഇനി വേണം ഒരിക്കലും നമുക്ക് അതിനോടാക്കാം. പത്തിരി ഇതാ പൊള്ളച്ച് വരുന്നു. വെളിച്ചം വെച്ചോണ്ട് വരുന്നുള്ളൂ കേട്ടോ. സമയം 6 മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. വെളിച്ചം ഇങ്ങനെ വരുന്നുള്ളൂ. ഇന്ന് രാവിലെ മുതലേ മഴ കേട്ടോ. രാവിലെ മുതലേ പറഞ്ഞാൽ നമ്മൾ നീച്ച മുതലേ മഴയാണ്. ചെറുതായിട്ട് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ പെയ്യാതെ ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുക. ഇന്ന് കല്യാണമൊക്കെ അല്ലേ ഗതികേട്. ഇപ്പം പിന്നെ എല്ലാവരും ഓഡിറ്റോറിയത്തിൽ നിന്ന് കല്യാണം വെക്കണതിനോട് അത്ര പ്രശ്നമില്ല. പെരേന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞിട്ടോ. പത്തിരി ചുടൽ കഴിഞ്ഞ് പിന്നെ നമ്മളെ ഇഡ്ഡലി ഇതാക്കണ ഇറക്കി വെച്ചണ്. ഇത് ചൂടാറിയിട്ടാട്ടോ, ഒന്ന് ചൂടാറിയിട്ട് എടുക്കുക. അത് കിട്ടണുണ്ട്. ഒന്ന് കുറച്ച് നേരം അവിടെ നിന്നോട്ടെ വിചാരിച്ച്. അപ്പോൾ ഇഡ്ഡലിയായി, ഒരു ട്രിപ്പായിന്, പത്തിരിയായി, കറിയൊക്കെ ആയിട്ടോ. രാവിലെ തുടങ്ങിയ മഴ കേട്ടോ. മഴ എങ്ങനെ പെയ്യണം. രാവിലെ അല്ല, എപ്പോഴോ തുടങ്ങിയിരിക്കണേ. നീച്ചാരൻ കേട്ടോ 4 മണിക്ക് തുടങ്ങിയതാ. ഇപ്പോൾ ഇതാക്കണ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുക. പെയ്ത് നമ്മളെ കറണ്ട് പോയി. അതിൻ്റെ ഇടയ്ക്കൊരു കാറ്റ് വന്നു. കാറ്റ് അറിയാനുള്ള കാറ്റൊന്നുമില്ല, ഇനി ചെറുതായിട്ടൊരു കാറ്റുള്ളേന്. ആ കാറ്റ് വന്ന് കറണ്ടും പോയി. ഇപ്പം അകത്ത് ഫുള്ള് കണ്ടില്ല, ഇരുട്ടാ. പുറത്ത് മയം കൂടി ആയപ്പോൾ ഉള്ളിക്കല്ല ഇരുട്ട്. കുറച്ച് നേരം നിന്ന് നോക്കുക കറണ്ട് വരുമോന്ന്. നമുക്ക് പാത്രത്തിലൊക്കെ ആക്കാണ്ട്. പാത്രം കിട്ടിയില്ല കേട്ടോ. പാത്രം കൊണ്ടുവരാൻ പറഞ്ഞിക്കണ്. പാത്രത്തിലാക്കണമെങ്കിൽ കറണ്ട് വേണ്ടേ. ഇനി ഫോണിൻ്റെ ഫ്ലാഷൊക്കെ അടിച്ചാക്കേണ്ടി വരും വന്നില്ലെങ്കിൽ. വരുമോ നോക്കുക. ചിലപ്പോൾ വേഗണ്ട് വരും, ചിലപ്പോൾ വരൂല്ല. കുഞ്ഞിപ്പാത്തൊന്ന് നേരത്തെ നീച്ചണല്ലേ. ഇന്ന് നേരത്തെ നീച്ച് വന്നു കേട്ടോ. ഇന്നലെ രാത്രിയോള് നേരത്തെ ഉറങ്ങി. എപ്പോഴോ ഉറങ്ങിക്കാം. മഗ്‌രിബ് നിസ്കരിച്ച് ഞങ്ങൾ അവിടെ ഓതീനി. അപ്പോൾ ഓളെന്നെ ഒറ്റക്ക് ഉറങ്ങി വേഗം അല്ലേ. മൈലാഞ്ചി ഇട്ടണോ? അപ്പോൾ ഒന്ന് നേരത്തെ ഉറങ്ങിയതിനോട് ഓള് നേരത്തെ നീച്ചണം കേട്ടോ. നേരത്തെ നീച്ച് വന്ന് ഇപ്പോൾ തലത്തിയോ ഇഡലി തിന്ന്. മൈലാഞ്ചിയോളം മൈലാഞ്ചി കാണിച്ചു തരാം. ഞങ്ങൾ കല്യാണത്തിന് പോകാനും മൈലാഞ്ചി ഒക്കെ ഇട്ടീനില്ലേ. അപ്പോൾ ഇഡലി തിന്നാട്ടോ. ചായ കുടിച്ച് ഇപ്പോൾ ഇഡലി തിന്നാണല്ലേ. കറണ്ട് ഇല്ല കേട്ടോ. കറണ്ട് വന്നില്ല, വരൂലെന്നാ തോന്നണത്. ലൈറ്റ് ഇടോ പറഞ്ഞിട്ട് നീച്ച് വന്നിക്കാണ്ട്. ഇപ്പോൾ കറണ്ട് ഇല്ല. അങ്ങനെ പിന്നെ അമ്മ വന്നു കേട്ടോ. ചിലവ് കൊണ്ടുപോകാനും വേണ്ടി വന്നു. വന്നപ്പോൾ പറഞ്ഞ് നമ്മളോടുള്ള പാത്രത്തിൽ തന്നെ കൊണ്ടുപോയാൽ മതി, അതിൽ തന്നെ കൊണ്ടുപോകണമെന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു.
അപ്പം പിന്നെ നമ്മളോടത്തൊരു പാത്രത്തിലാക്കിട്ടോ പത്തിരി ഇതൊക്കെ. അപ്പോൾ 4 ഉസ്താദ്മാരാണ് ഉള്ളത് കാരണം വന്നപ്പോൾ അങ്ങനെ ഈ പണിയൊക്കെ നമ്മളമ്മമ്മേനി കേട്ടോ. പാത്രത്തിലാക്കലൊക്കെ ഉമ്മമ്മേനി. ഉസ്താദ്മാരുടെ ചിലവ് വന്നാൽ ഭയങ്കര അമ്മമ്മക്ക്. എന്നിട്ട് ഉമ്മമ്മ തന്നെ പാത്രത്തിൽ ഓരോ പത്തിരി എടുത്ത് അതിലെന്തെങ്കിലും ഉണ്ടോ ഒക്കെ നോക്കിയാണ്ടൊക്കെ ഉമ്മമ്മ ഇങ്ങനെ ആക്കും. അങ്ങനെ പിന്നെ അന്ന് ഞാനാട്ടാക്കിയത്. അപ്പോൾ ഇഡലി ഇട്ടപ്പോൾ ഇഡലി വേറെയിൽ ഇടാന്നൊക്കെ കരുതി. അപ്പോൾ കുഞ്ഞുട്ടി പറഞ്ഞ അമ്മോനില്ലേ, ഓൻ പറഞ്ഞ് അതിൽ തന്നെ ഇട്ടാൽ മതി, രണ്ടും ഒന്നിൽ തന്നെ ഇട്ടാൽ മതി പറഞ്ഞു. ഞാൻ വേറെ പാത്രമൊക്കെ എടുത്ത് കഴുകിന് കേട്ടോ. അപ്പോൾ ഓൻ പറഞ്ഞ് അതിൽ തന്നെ മതി പറഞ്ഞാണ്ട് അങ്ങനെ അതിൽ തന്നെ ആക്കി. അപ്പോൾ ഇഡലി ആക്കിയപ്പോൾ ഓൻ്റെ കൈയാട്ടം മറ്റേത് കാണുന്നത്, ഓനും കൂടി ഇട്ടു ആക്കാൻ. അങ്ങനെ ഇഡലിയും പത്തിരിയും ചായയൊക്കെ ആക്കി. പിന്നെ കറിയും പാൽ ചായയാണ് കേട്ടോ. അപ്പം നേരിയ മധുരമൊക്കെ ഇട്ട് കണ്ടട്ടോ ചായ, നല്ല മധുരമൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ചിക്കൻ തേങ്ങ അരച്ച കറിയും. കറണ്ട് വന്നില്ല കേട്ടോ. കറണ്ട് വരുമോ നോക്കി, പക്ഷേ കറണ്ട് വന്നില്ല. അങ്ങനെ പിന്നെ അതൊക്കെ പാത്രത്തിലാക്കി. ഞാനിങ്ങനെ അതിൽ പാഡ്സ് ഇട്ടിനി കറിയില്ല, അതതിൽ കുടുങ്ങുണ്ടോ നോക്കുകയാണ്. അപ്പോൾ അത് കുടുങ്ങുകയാണെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ. അങ്ങനെ അതൊക്കെ പിന്നെ പാത്രത്തിലാക്കി. അങ്ങനെ ഞങ്ങൾ ഉസ്താദുമാരെ ചിലവൊക്കെ കൊണ്ടേ കൊടുത്തു വന്നോട്ടെ. ഞാനും ഐസമ്മും പോയിന് കേട്ടോ ചിലവ് കൊണ്ടേ കൊടുക്കാൻ. ഓന് പിടിച്ചാൻ കറിയും ചായയൊക്കെ ഉള്ളതിനോട് വണ്ടി ഓട്ടണ്ടേ, അപ്പോൾ പിടിച്ചാൻ കഴിയൂല പറഞ്ഞാണ്ട് കറി ചിന്തണ്ടെന്ന് പറഞ്ഞാണ്ട് ഞങ്ങളും പോയി. അപ്പോൾ ഞാൻ ഫോൺ എടുക്കാൻ മറന്ന് എടുത്തില്ലേന്. അങ്ങനെ പോയി ചിലവൊക്കെ കൊണ്ടേ കൊടുത്ത് വന്ന്. കറണ്ട് ഇതുവരെ വന്നിട്ടില്ല, എന്ന് വരും തോന്നണില്ല. അപ്പോൾ ഉച്ചക്ക് നമുക്ക് ഒരാളാട്ടോ ചോറിനുള്ളത്. ഉച്ചക്ക് ഒരാളും രാത്രി ഒരാളും ആട്ടോ ഉള്ളത്. പിന്നെ ഉച്ചക്കൊക്കെ ഉണ്ടാക്കണം, കറണ്ടും ഇല്ല. ഉച്ചക്ക് ഒരാളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് നമ്മൾ ചായ കുടിച്ചില്ല. നമ്മൾ ചായ കൊണ്ടേ കൊടുത്തു. ഞങ്ങളവിടെ തന്നെ വലിയ മോനാട്ടോ വന്നിന്. ഞങ്ങളവിടെ തന്നെ കൊണ്ടുവന്ന് ഇറക്കിയോൻ പോയി. ഇനി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചട്ടെ. നമ്മൾ ചായക്കുടിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കൊക്കെ ഉള്ള ഉണ്ടാക്കണത് ചിലവും പാത്രമാട്ടോ. അത് രാവിലെ ചായക്കടി കൊണ്ടുപോകണ പാത്രമാണല്ലോ, പക്ഷെ നമ്മളെ പാത്രത്തിലാട്ടോ ചായക്കടി ഉണ്ടായത്. അപ്പോൾ ഇതിൽ ഇനി ചോറ് കൊണ്ടുപോവാ വിചാരിച്ചു. ഒരാളല്ലേ ഉള്ളൂ. അപ്പം അതിൽ ചോറ് കൊണ്ടുപോകരുത്. ഇപ്പോൾ അതാ പയറുപ്പേരിക്കുള്ള പയർ അരിഞ്ഞ് വെച്ചിരുന്നത് കറിക്കുള്ളതാട്ടോ. കറിക്കുള്ള തക്കാളി ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിന്. അപ്പോൾ ഇനി കുറച്ച് പാത്രമുള്ളൂ, തോനൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്കൊന്ന് കഴുകി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. കണ്ടില്ല, ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒതുക്കണം. അതാണ് ഇനി അടുത്ത പണി. നമ്മളെ പണിയൊന്നുമില്ല, ഇതൊക്കെ ഉമ്മ റെഡിയാക്കി വെച്ചിന്. അങ്ങനെ അതാക്കണ്. പിന്നെ പാത്രം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഉമ്മ ഉള്ളി ഇതൊക്കെ അരിഞ്ഞ് വെച്ചിനല്ലോ. അപ്പം പിന്നെ എന്നാൽ കറി ഉണ്ടാക്കാന്ന് കരുതി അല്ലേ. ഇമ്മാൻ്റെ മുളകും പൊടി തീരെ ഇടാൻ പറ്റണില്ല, അത് ഭയങ്കര എരിവ് കേട്ടോ. ഭയങ്കര എരിവ് പറഞ്ഞാൽ ഭയങ്കര എരിവ്. എത്താണാവോ അങ്ങനെ. നിങ്ങളത് കുറച്ച് നല്ല എരിവാ, വെറുതെ അല്ല നിങ്ങളെ ഭക്ഷണമൊക്കെ എരിവ്. അപ്പോൾ കുറച്ച് മുളകും പൊടി ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഇതൊരു സുഖമല്ല കാണാൻ, ഒരു കളറൊന്നുമില്ല. മുളകും പൊടി കുറച്ചായിട്ട്. ഇത് മുളിടുക കേട്ടോ. നമ്മൾ ചിക്കൻ മുളിട്ട കറിയാണെന്ന് ഉച്ചക്ക്. രാവിലെ തേങ്ങ അരച്ച കറിയാണ്. ഇത് കണ്ടോ, മുളകും പൊടി ഇങ്ങനെ തോനിടാൻ കഴിയണില്ല. എന്നിട്ട് ഇങ്ങനെ കണ്ടില്ലേ, ഒരു കളറില്ല, സുഖമില്ല കാണാൻ. കുറച്ചും കൂടി മുളകും പൊടി ഇട്ടെടുത്തിട്ടോ. തീരെ ഒരു സുഖമില്ല. പിന്നെ എരിവും കുറച്ച് ഏറല്ല തോന്നിയപ്പം കുറച്ചും കൂടി ഇട്ടെടുത്ത്. പിന്നെ കുഞ്ഞുട്ടി ഇതാക്കണ നമ്മളെ ചായ ഉണ്ടോ ഇനി അതൊക്കെ കൊണ്ടുവന്നാണ് കേട്ടോ. ചായയൊക്കെ കഴിഞ്ഞു വന്നിട്ട്. പത്തിരി കുറച്ച് ബാക്കിയുണ്ട്, ഒരു ഇഡലിയൊക്കെ ബാക്കിയുണ്ട്. പിന്നെ നിങ്ങളല്ലേ കിട്ടീന്. അപ്പോൾ കറി ഇവിടെ റെഡിയായി. പിന്നെ എന്താ പയറുപ്പേരി ഉണ്ടാക്കാണ്ട്. എന്താണ് ചിക്കൻ കറി അടുപ്പത്ത് വെച്ചണ ഒക്കെ ആയോണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇന്ന് നെയ്ച്ചോറാട്ടോ ഉണ്ടാക്കണത്. ഉമ്മ പറഞ്ഞ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ. അപ്പം ഇന്ന് നെയ്ച്ചോറാണ് ഉണ്ടാക്കണത്. അരിയും സാധനമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം പിന്നെ നെയ്ച്ചോറാക്കാൻ കരുതി. അപ്പോൾ അടുപ്പത്തെ നെയ്ച്ചോറ് ഉണ്ടാക്കണത് അല്ലേ. അപ്പം നെയ്ച്ചോറും കോഴിക്കറിയും പയറുപ്പേരിയും പപ്പടം പൊരിച്ചതാട്ടോ നമ്മൾ കൊടുക്കണത്. അച്ചാറും തൈരും ഉച്ചക്ക് കൊടുക്കണത്. ഒരാളും ഉള്ളു കേട്ടോ. വികാതെ അടുത്ത് പോര്. ഇത് മോള് കളിച്ചാട്ടാടെ ഒറ്റക്കുള്ളൂ. അപ്പോൾ അവിടെ കളിയിലാണ്. അപ്പോൾ ഇതൊക്കെ ആയി. ഇനി നമുക്ക് അടിച്ചണം, തുടക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ ഉസ്താദുമാരെ ചിലവുള്ളതിനോട് നേരത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി ഉപ്പേരി ഉണ്ടാക്കാണ്ട് പപ്പടം പൊരിച്ചാനുണ്ട് കേട്ടോ. പിന്നെ പണിയില്ലല്ലോ. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് ചോറുമ്മ ഉണ്ടാക്കണമുണ്ട്. ഇപ്പം ഞാൻ അടിച്ചേരിയൊക്കെ തുടച്ച് തിരുമ്പണം. അങ്ങനത്തെ പണികളൊക്കെയാണ് ഇനി ഉള്ളത്. പിന്നെന്താ, അങ്ങനെയൊക്കെയാണ്.
അങ്ങനെ ഉച്ചക്ക് ചോറ് കൊടുക്കാനുള്ള സമയമായിട്ടോ. കൊടുക്കാനല്ല, നമ്മൾ പാത്രത്തിലാക്കി വെക്കുക. ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചാൽ ചോറൊന്നുമല്ലോ. അപ്പോൾ ചോറ് പാത്രത്തിലാക്കാൻ പോവാണ്. അപ്പം ഞാൻ ആക്കണതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത്തെ പാത്രം കേട്ടോ, ഇത് ചായൻ്റെ പാത്രം തോന്നുന്നുണ്ട്. പിന്നെ ഒരാളായതിനോട് നമ്മൾ വേറെ കൊണ്ടുവന്നില്ല കേട്ടോ. അപ്പോൾ അടിയിൽ വെള്ളം കേട്ടോ, ചൂടുവെള്ളം. പിന്നെ അതിൻ്റെ നുറൂല് ചോറല്ലേ അമ്മ, ഞാൻ ചോറിടണം. പിന്നെ ഉപ്പേരി ഇതൊക്കെ ഉണ്ട്, കറിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചോറാക്കാൻ പോവാട്ടോ. ഒരാളുള്ളൂ കേട്ടോ നമുക്ക് ഉച്ചക്ക് ചോറിന്. നെയ്ച്ചോറാട്ടോ ഉണ്ടാക്കിയത്. ഞാൻ അടുപ്പത്ത് ഉണ്ടാക്കിയ നെയ്ച്ചോറാണ്, കുക്കറിലൊന്നും അല്ല കേട്ടോ ഒന്ന് ചോറുണ്ടാക്കിയ. എന്നിട്ടമ്മ ചോറ് ഒന്നിലും കൂടി ആക്കണോ? ഒന്നിലും കൂടി ആക്കണം. ബുദ്ധിമുട്ടാക്കണ്ട, ഒരു പാത്രത്തിൽ നിറച്ചിട്ടാ. അടുത്തത് ചിക്കൻ കറി കേട്ടോ. നെയ്ച്ചോറും രാവിലെ ചിക്കൻ കറി, തേങ്ങ അരച്ച കറിയാണ്. ഇത് മുളിട്ട കറിയില്ലേ. അപ്പൊ ചിക്കൻ കറി ഒന്നിച്ച് വരമലൊക്കെ ആവും. വെള്ളം വരെ ഒരാളല്ലേ ഉള്ളൂ, അതുപോലെ പയറുപ്പേരി ഇട്ടു. മതിയില്ലേ? ഇതിലൊക്കെ പപ്പടം അച്ചാറിന് തരുന്ന പാത്രമല്ല, അത് വേറെ ആക്കി വെക്കണം. പൊട്ടുവോ? പൊട്ടു കുഴപ്പമില്ലല്ലോ. പൊട്ടിച്ചല്ലേ തിന്നു. ഇപ്പം സെറ്റായിട്ടോ. അപ്പം അതാണ് നമ്മളെ ഉസ്താദുമാർക്കുള്ള ചോറും കൂട്ടാനും പാത്രം റെഡിയായിന്. പിന്നെ നമ്മൾ ചോറൊക്കെ കൊണ്ടേ കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഇനി രാത്രിക്കൊക്കെയുള്ള ഉണ്ടാക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ ഞങ്ങൾ കുളിച്ചിട്ടൊന്നുമില്ല. ഇനി അതിൻ്റെ മുന്നേ ചോറ് പാത്രത്തിലാക്കി ഞാൻ കൊടുത്തയച്ചതൊക്കെ ചോറാക്കിക്കാണ്ട് വേഗം അതാക്കി. പിന്നെ അമ്മ വന്നിക്കാണ്ട് കൊണ്ടുപോയിട്ടോ. അമ്മ റോട്ടുമ്മക്ക് കയറ്റിയെടുത്ത് പോകാൻ വന്ന് കൊണ്ടുപോയി. അപ്പം ഇനി രാത്രിക്കത്തത് ഉണ്ട്. രാത്രിക്ക് ചപ്പാത്തിയാണ് കാരണം ചോറ് വേണ്ടല്ലോ, ചപ്പാത്തിയാണല്ലോ. അപ്പോൾ ഉമ്മ രാവിലെ തന്നെ മീനൊക്കെ വാങ്ങി വെച്ചിട്ടോ. മീൻ കറിയും ചപ്പാത്തിയാണ്. അപ്പോൾ തേങ്ങ അരക്കുകയാണ് പറഞ്ഞാണ്ട് ഇപ്പം തേങ്ങയൊക്കെ പൊളിച്ചിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ ചോറൊക്കെ തിന്ന് അന്നും പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. ഞങ്ങൾ തിന്നപ്പോത്തിന് പിന്നെ വൈകുന്നേരമായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്ന് ഉസ്താദുമാരെ ചെലവിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. രാവിലെ 4 ഉസ്താദുമാരുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. രാവിലെ ഉച്ചക്കും രാത്രി കേട്ടോ ഭക്ഷണം. അപ്പോൾ ഉച്ചക്കും രാത്രിയൊക്കെ ഒരാളാണുള്ളത്. ഒരാൾ തന്നെയാണോ ഇന്നും ഉള്ളത് എന്നൊന്നും അറിയില്ല. നമ്മളൊക്കെ പണ്ടൊക്കെ 2 ആളൊക്കെയാണ്. ഇപ്പോൾ ഒരാൾ തന്നെ ആണമ്മ? ഒരാൾ തന്നെ ഉള്ളു ഇപ്പോൾ? ഒരാൾ തന്നെ ഉള്ളു. അപ്പോൾ ഒരാൾക്കില്ല ചിലവാണ്. അപ്പം ഇമ്മ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. മീൻ കറിയും ചപ്പാത്തി ആട്ടോ രാത്രികൾക്ക്. എന്ത് കറി ഉണ്ടാക്കാന്നല്ല, മീൻ ഉണ്ട് ഫ്രിഡ്ജിൽ. ഇനി വേറെ എന്തോ ഉണ്ടാക്കണമെന്നൊക്കെ കരുതിനി. പിന്നെ മീൻ തന്നെ ആക്കി. ഇപ്പം നല്ല നെയ്ച്ചോറും ചോറൊക്കെ തിന്ന് കുറേ നേരം അവിടെ ഇരുന്ന് കുരങ്ങന്മാർ ഇഷ്ടംപോലെ വന്നീനി. അപ്പോൾ ഓലവിടെ ഭയങ്കര കച്ചറിയും ഇതൊക്കെയാണ് കുരങ്ങന്മാർ വന്നാണ്ട്. പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ലേനി. പിന്നെ ഫോണുമ്മലൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് അങ്ങനെ വൈകുന്നേരമായി. ഇപ്പോൾ ബാങ്ക് കൊടുക്കാനായി 6:30 ആയിന്നാ തോന്നണേ. അപ്പം ഉമ്മ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. ഷാബാങ്ക് കൊടുത്ത് നിസ്കരിച്ചിട്ടാ തോന്നണു കൊണ്ടുപോകല്. അപ്പം അത്രയൊക്കെയാണ് ഉള്ളത് ചെലവിൻ്റെ വീഡിയോയിൽ കേട്ടോ. ഇന്നലെ പിന്നെ വീഡിയോ ഇട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. ഇന്നലെ വീഡിയോ എടുത്തില്ല. ഇപ്പോൾ വീഡിയോ എടുക്കാൻ അങ്ങനെ ഒരു മടി. ഇപ്പം ഇന്നും അങ്ങനെ ഒരു ഇതില്ലേനി. പിന്നെ എടുത്ത് എന്തായി ഇവിടെ എത്തിന്ന്. ഞാനെൻ്റെ നിസ്കാരം പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഒരാൾ ഇവിടെ ചപ്പാത്തിയൊക്കെ പരത്തൽ തുടങ്ങി. കറിയൊക്കെ ആയിട്ടോ. കറി മുന്നേ ആക്കി വെച്ച് പിന്നെ കുഴച്ച് വെച്ച് പോയതേനി കേട്ടോ അമ്മ ചപ്പാത്തിക്ക്
കുഴച്ച് ലൈറ്റിൻ്റെ ചൂട്ടിക്കൊക്കെ ചപ്പാത്തിക്ക് കുഴച്ചാണ് നിസ്കരിച്ചാനൊക്കെ പോയി ഇപ്പോൾ വന്നിക്കാണ്ട് ഇതാ പരത്തണം. ആ പത്തിരി ഇതാക്കണ പരത്തി ഇങ്ങനെ പരത്തുട്ടമ്മ ഇങ്ങനെ ഈ കല്ലുമ്മൽ ഇതില്ലേ ഇതിനെന്തിന് റാക്കിനൊട്ടിച്ചാൽ കൊണ്ടുവന്ന ഗ്രാനൈറ്റിൻ്റെ കഷ്ണം ഇങ്ങനെ എൻ്റെ ചെറിയ അമ്മോനും ഉമ്മാക്ക് ഇങ്ങനെ മുറിച്ചുണ്ടാക്കി കൊടുത്താൽ കലിയിൽ അറിയാം നമ്മൾ പേര് പറയും. ഇത് ചപ്പാത്തി നല്ല നൈസാക്കിയാണ്ട് പരത്തിയാണ്ടില്ലേ അമ്മ, നമ്മൾ പീടിയെന്ന് വാങ്ങണ പോലെയാണ്. ഇനി അടുത്ത് എങ്ങനെ വരും ഞാനിങ്ങനെ പറഞ്ഞതിനോട് ഇമ്മ വരുത്തുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. പിന്നെ വായക്കാട് പറഞ്ഞാൽ പ്രസ്സുമല അമ്മ ചപ്പാത്തി വരത്തുക, അത് എനിക്കൊരു ഇഷ്ടമല്ല. അത് ഇതിൻ്റെ അത്ര രസം ഉണ്ടാവില്ല തിന്നാൻ. ഇങ്ങനെ പരത്തിയതാകുമ്പോൾ നല്ല രസമാണ് ചപ്പാത്തി തിന്നാൻ. അപ്പം ഇനി ഇത് ഞാൻ ചൂടട്ടെ, അമ്മ പരത്തി തീരാനായി. അപ്പം ഇനി ഞാൻ ചൂടാം. പിന്നെ കറി ആയിന് കേട്ടോ, നല്ല തേങ്ങ അരച്ച കറി, ബത്തല്. നമ്മൾ ബത്തല് എന്ന് പറയും, ഇതിന് വേറെ പേരുണ്ടോയെന്ന് അറിയൂല. അപ്പം തേങ്ങ അരച്ച കറി. ചപ്പാത്തി ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. 2 അവിടെ ഞാൻ ചുട്ടിട്ടോ, ബാക്കി ഇതാ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പം രാത്രി അമ്മ ചപ്പാത്തി നമ്മളമ്മ പരത്തി കല്ലുമ്മ പരത്തി ചപ്പാത്തി കണ്ടോ, അടിപൊളി ചപ്പാത്തി. അങ്ങനെ പിന്നെന്താണ്, ചിലവൊക്കെ കൊണ്ടുപോയി, രാത്രിക്കത്തെ ചിലവും കൊണ്ടുപോയിട്ടു. ഇപ്പം നൈസമ്മോൾ ഇന്ന് നേരത്തെ കാലത്തെ ഉറങ്ങിക്കാണ്ട് അതിൻ്റെ ഇടയിൽ നീച്ച് ഭയങ്കര ലോളിയും വിളിയൊക്കെ ആയിട്ട് വീണ്ടും അവിടെ കടത്തി ഉറക്കീന്. ഒരു ദിവസം ഇല്ലാത്ത പരിപാടിയാണ്. ഇന്നിപ്പോൾ എന്താ അറിയില്ല, ഉറക്കത്ത് നീച്ച് നെലോളിയൊക്കെ കാണാണ്ട്. അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ. പിന്നെ അതാക്കണ കുറേ മടക്കാണ്ട് കണ്ടോ, കാണുന്നതൊക്കെ മടക്കാന്ന്. ശരിക്കും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫായി. രാവിലെ മുതൽ തുടങ്ങിക്കണല്ലോ, രാത്രി ആവോളുണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫായി. ഇന്ന് വെയിലുണ്ടായിന് കേട്ടോ, അപ്പോൾ കുറേ ഉണ്ടായിന് ഉണക്കാൻ. അപ്പോൾ അതൊക്കെ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയെടുത്തതിനോട് ഇനിയിപ്പോൾ അതൊക്കെ മടക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചിലവിൻ്റെ ഒരു വീഡിയോ ഇനി രാത്രിക്കത്തും കൊടുത്തു. ഞാക്കളൊന്നും പിന്നെ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ചെറിയ അമ്മനെ വന്നതിനെപ്പോൾ പോനെ കൊണ്ടുപോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, ഒക്കെ ഒന്ന് ചെയ്യുക. അപ്പം ടാറ്റാ ബൈ ബൈ.